നമസ്കാരം, ഞാൻ ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണൻ, കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡയബറ്റിക് ഫുഡ് അഥവാ പ്രമേഹ രോഗികളുടെ കാൽപാദങ്ങളുടെ ചികിത്സയും സുരക്ഷയും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന ഓരോ 30 സെക്കൻഡിലും ലോകത്ത് ഒരാളുടെ കാലെങ്കിലും പ്രമേഹം മൂലം മുറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും പ്രമേഹ രോഗികൾ കാല് കഴുകി അത് തുടച്ചുകൊണ്ട് ഡ്രൈ ആയിട്ട് വെക്കണം. എസ്പെഷ്യലി കാലിൻ്റെ ഇടയിലുള്ള ഇന്റർഡിജിറ്റൽ സ്പേസ് അഥവാ കാലിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളൊക്കെ, കാൽ വിരലുകൾക്കിടയിലുള്ള ഭാഗങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ കാൽവിരലുകൾ, സോക്സ്, നമ്മൾ ധരിക്കുന്ന പാദരക്ഷയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാദരക്ഷകൾക്കിടയിൽ തന്നെ കാലിന് വിണ്ടു കീറുന്ന എന്തെങ്കിലും കല്ലോ അതൊന്നും പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അതോടൊപ്പം കൂടുതൽ ഇറുകിയതും അല്ലെങ്കിൽ കൂടുതൽ ലൂസായതുമായ പാദരക്ഷകളോ സോക്സുകളോ ഒന്നും നമ്മൾ ധരിക്കാൻ പാടില്ല. അപ്പോൾ അതുമൂലമൊക്കെ കാലുകൾക്ക് ഡാമേജ് ഉണ്ടാവാം. പിന്നെ കാല് എല്ലാ പ്രമേഹ രോഗികളും ഡെയിലി ഇൻസ്പെക്ട് ചെയ്യണം. അവർ തന്നെ ഒന്നുകിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഭാഗം കണ്ണാടികൾ ഉപയോഗിച്ചോ മറ്റോ കാലിൻ്റെ അടിഭാഗമൊക്കെ പൂർണ്ണമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് വല്ല വിണ്ടുകീറലുകളോ തുടിപ്പുകളോ അല്ലെങ്കിൽ ചുമന്ന പാടുകളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി, അത് ടെമ്പറേച്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതും കൂടി ഉൾപ്പെടുത്തി അടുത്തുള്ള ഡയബറ്റോളജിസ്റ്റിനെയോ എൻഡോക്രൈനോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്തിട്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലെങ്കിൽ കാലിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് അപകടത്തിലായി തീരും. നന്ദി.